കർണാടകത്തിലും സ്ഥിതി അല്പം മോശമാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്നു. സജു ചാമക്കാലയിൽ ബംഗളൂരു നഗരത്തിൽ നിന്ന് ചേരുകയാണ്. സെന്റ് ജോൺസ് റോഡിലാണ് ഇപ്പോൾ സജു ചാമക്കാലയിലുള്ളത്. സജു, അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോൺസ് റോഡിലാണ്. അതായത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ ഒത്തിരിയേറെ ആശ്രയിക്കുന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണ നിലയിൽ വലിയ തോതിൽ ആൾക്കാരെത്തി വളരെ വേഗത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു ചെറിയ ഹോട്ടലായിരുന്നു. പക്ഷേ ഈ സാധനത്തിന് ലഭ്യത കുറവ്, അവർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്തു. ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വലിയ തിരക്കുകൾ ഈ ഹോട്ടലുകൾ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇവിടെയുള്ള സിലിണ്ടറുകൾ, അതായത് 5000 രൂപയ്ക്ക് വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ദിവസം വരെ 5000 രൂപയായിരുന്നു ഈ വാണിജ്യ ആവശ്യത്തിന് ലഭിച്ചിരിക്കുന്ന സിലിണ്ടറുടെ വിലയെങ്കിൽ ഇപ്പോൾ അത് 7000-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നഗരത്തിലെ ഏകദേശം 10,000-ലധികം ഹോട്ടലുകളും പൂട്ടിയിട്ട നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികളാണ് ഈ മേഖല ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാതെ വന്നതോടെ വലിയ ബുദ്ധിമുട്ടാവുകയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ മേഖലയെ ആശ്രയം ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഹോട്ടലുകൾ പൂരി, അതോടൊപ്പം വട, ഈ സമൂസ അടക്കമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ലഭ്യതക്കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവയൊക്കെയും ധാരാളം എണ്ണ വേണ്ടിവരുന്ന വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ധാരാളം സമയവും കൂടി വേണ്ടിവരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങളുടെയൊക്കെ നിർമ്മാണം, അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഇപ്പോൾ പാകം ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ബംഗളൂരുവിലെ നഗരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് 10,000-ലധികം ഹോട്ടലുകളാണ് ബംഗളൂരു നഗരത്തിൽ മാത്രമായി അടച്ചുപൂട്ടിയിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.